ചേട്ടാ ഇത് ചേട്ടാ ഇതാണ് നമ്മുടെ നാച്ചുറൽ ബയോടെക്കിന്റെ പുതിയൊരു കൂട്ടുവളം. ഇതിന്റെ പ്രത്യേകത ഏതൊരു കൃഷിക്കും ഏതൊരു വിളക്കും ഒറ്റ വളം. അതാണ് നമ്മുടെ നാച്ചുറൽ ബയോടെക്കിന്റെ ജൈവ കൂട്ടുവളത്തിന്റെ പ്രത്യേകത. എല്ലാം അടങ്ങിയിട്ടുണ്ടോ? എല്ലാം അടങ്ങിയിട്ട് ചേട്ടാ. നമ്മൾ ഇവിടെ 5 വർഷമായി നമ്മൾ ഈ പരിപാടി ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട്. എന്താ മെയിൻ ആയിട്ട് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ വേപ്പ് മണ്ണൊക്കെ എല്ലുപൊടി ഒക്കെ ഈ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും അത്യുത്തമം നീ നമ്മുടെ ഈ ഒരു ഒറ്റ വളം മാത്രം മതി. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതിന്റെ വിലയോ? വില വരുന്നത് ഹോൾസെയിൽ വരുന്നത് 25 രൂപയാണ് ചേട്ടാ ഇതിന്റെ വില വരുന്നത്. റീറ്റെയിൽ വരുന്നത് 27 രൂപ. ഇപ്പൊ ടെറസിൽ കൃഷി ചെയ്യണ ഒരു ചേച്ചിക്ക് മുതൽ വ്യാവസായികമായിട്ട് കൃഷി ചെയ്യണ ഒരു ചേട്ടന് വരെ ഈ ഒറ്റ വളം മാത്രം മതി. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എങ്ങനെ ഉപയോഗിക്കേണ്ടതൊക്കെ? ഇതിപ്പോ നമുക്ക് ഏതൊരു ചെടിക്ക് വേണമെങ്കിലും നമുക്ക് ഏകദേശം ഏറ്റവും കുറവ് നമുക്കൊരു 2 പിടി വരെ, ചെറിയ വിളകളാണെന്ന് വെച്ചാൽ 2 പിടി വരെ ഇട്ട് കൊടുത്താൽ മതി. വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്ന ചേട്ടാന്മാർക്കാണെങ്കിൽ മിനിമം ഒരു 5 കിലോ മാത്രം നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ജൈവ കർഷകർക്ക് ആവശ്യമുള്ള എല്ലാ ജൈവ വളങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ A to Z നമ്മുടെ ജൈവ നമുക്ക് ഇവിടെ മിനിമം ഒരു 20 ഐറ്റംസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങി നമുക്ക് 20 ഐറ്റംസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ കാണാം. ചാണകപ്പൊടി, ആട്ടുംകാട്ടം, കോഴിക്കാട്ടം, കൂട്ടുവളം, എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, പച്ചക്കാക്ക പൊടിച്ച്, ഡോളമേറ്റ്, കുമ്മായം, വെർമിക്കുലേറ്റ്, ചകിരിച്ചോറ് കമ്പോസ്റ്റ്, കപ്പലണ്ടി പിണ്ണാക്ക്, ആവണിക്കം പിണ്ണാക്ക്, ഉമി, ട്രൈക്കോഡർമ, സൂഡോമോൺസ്, പോട്ടിമിക്സ്, കരി, ഗ്രോ ബാഗ്, ഇതെല്ലാം നമ്മുടെ വരുന്നുണ്ട്. ജൈവ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉമി വരെ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഉമി കരിച്ചത് വരെ നമ്മുടെ ഉണ്ട്. ഇവിടെ കണ്ടില്ല, ഉമി ഇവിടെ കണ്ടില്ല. ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ കാണിച്ചാ. ഇനി ആ ചെറിയ ഗ്രോ ബാഗ് ഒന്ന് എടുക്കും. അതുകൊണ്ട് ഇവിടെ അതുകൊണ്ട് ഇവിടെ ഈ നമ്മുടെ ഗ്രോ ബാഗിൽ കണ്ടില്ലേ, ഇതാണ് ഉമി. അപ്പൊ ഇതെന്താ പ്രത്യേകിച്ച് നമുക്ക് ഇവിടുന്ന് A to Z ജൈവ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രോ ബാഗ് വേണമെങ്കിൽ, ഡ്രമ്മ്, എല്ലാം വേണമെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ട്. എന്ത് വേണമെങ്കിലും നമ്മുടെ ഇവിടെ നിന്ന് കിട്ടും. നമ്മുടെ നാച്ചുറൽ ബയോടെക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പ്രൈസ് ലിസ്റ്റ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പോ 5 വർഷം നമ്മളിവിടെ സ്ഥാപനം തുടങ്ങിയിട്ട്. അപ്പൊ അവിടെ തൊട്ട് നമുക്ക് വില വരെ നോക്കുമ്പോൾ തന്നെ 10 രൂപ തൊട്ടാണ് നമ്മളിവിടെ ചാണകപ്പൊടി, ആട്ടുംകാട്ടം ഹോൾസെയിൽ നമ്മൾ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ ഇന്നും ആ നിലവിൽ എന്തൊരു ദൈവാനുഗ്രഹം കൊണ്ട് ആ റേറ്റിൽ തന്നെ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അത് വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ വരുമ്പോൾ തന്നെ കൂട്ടുവളം നമുക്ക് വരുമ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് 25 രൂപയ്ക്കാണ് ഹോൾസെയിൽ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ വരുമ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ആയാലും ഇവിടെ വില കാണാമല്ലോ. ഹോൾസെയിൽ റേറ്റുകളെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരാൾക്ക് പ്രത്യേകത ഇല്ല, എല്ലാവർക്കും ഒറ്റ റേറ്റിലാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര ബൾക്ക് എടുക്കണമായാലും ഒരു ചാക്ക് എടുക്കുന്ന ആൾക്കായാലും നമ്മളിവിടെ ഹോൾസെയിലായിട്ട് തന്നെ സാധനം കൊടുക്കുള്ളൂ. അതിലിപ്പോൾ നമ്മൾ ആദ്യം വിട്ടുവീഴ്ച നമ്മളത് ചെയ്യാറില്ല. അപ്പോൾ കൂടുതലെടുക്കുമ്പോൾ ഒരാൾക്ക് റേറ്റ് വ്യത്യാസം വരുത്തി കൊടുക്കുക, ഒരു ചാക്ക് ഒരാൾക്ക് വ്യത്യാസം കൊടുക്കുക, അങ്ങനത്തെ ഒരു യാതൊരു പ്രത്യേകം നമ്മളിവിടെ നിലവിൽ ചെയ്യുന്നില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല. നിങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കാറുണ്ടോ? കൊറിയർ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ കൊറിയർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഞാൻ പറയാം, നമ്മുടെ വണ്ടികൾ പോകുമ്പോൾ അവർ ഹോം ഡെലിവറി വിടും. കൊറിയർ ചാർജ് ഒരു ചാക്ക് നമുക്ക് പാഴ്സൽ അയക്കണമെങ്കിൽ ഏകദേശം ഒരു പാഴ്സൽ സർവീസ് ചാർജ് 200-250 രൂപ വേണം. ഒരു 10 ചാക്ക് അയക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 രൂപ വരും. ആ സമയം നമ്മുടെ വണ്ടിയാണെങ്കിൽ പാഴ്സൽ സർവീസ് പോകണമെങ്കിൽ ഒരു 5 ചാക്കാണെങ്കിൽ 10 ചാക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ആ പാഴ്സൽ സർവീസ് ചാർജിനേക്കാളും പൈസ കുറവാണ് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് അപ്പോൾ ഹോം ഡെലിവറി നമ്മൾ വണ്ടികൾ തന്നെയാണ് നമ്മൾ കൊടുത്തു വിടുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം എന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസ് നമ്പറുകൾ നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ ഡെലിവറി ചാർജ് എത്ര, അല്ലെങ്കിൽ ടോട്ടൽ ബിൽ എമൗണ്ട് എത്ര എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇവിടുന്ന് ക്വാളിറ്റി ഞങ്ങൾ എങ്ങനെ ഇപ്പൊ നമ്മളിവിടെ തുടങ്ങിയിട്ട് ചേട്ടാ, സുരേഷ് ചേട്ടാ പറയാലോ, ഓപ്പൺ ആയിട്ട് പറയാലോ, 5 വർഷമായി നമ്മളിവിടെ ഈ പരിപാടി തുടങ്ങിയിട്ട്. 5 വർഷം ഇപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ അത്രത്തോളം നമുക്ക് കസ്റ്റമേഴ്സും വേണം, റിപ്പീറ്റിംഗ് കസ്റ്റമേഴ്സും വേണം. ആ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വേറൊരു ആളോട് പറയുമ്പോഴാണ് നമുക്ക് ഈ സെയിൽ ഒന്നുകൂടി കൂടുന്നത്, അതറിയാലോ. പിന്നെ എന്താ പ്രത്യേകിച്ച് നമ്മൾ ഓൾ കേരള നമ്മളിവിടെ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ സുരേഷാണം വരുമ്പോൾ തന്നെ വണ്ടികൾ കയറി പോകുന്നതേ ഇപ്പോൾ അവിടെ കസ്റ്റമേഴ്സ് അറിയാലോ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയധികം കസ്റ്റമേഴ്സ് ഉള്ളത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടം വരെ ഈ പ്രസ്ഥാനത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ ഈ ഒരു ബിൽഡിങ്, ഈ പുതിയൊരു ബിൽഡിംഗ്, അത് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് സുരേഷാണായിരിക്കും. ഈ പ്രസ്ഥാനത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് മണ്ണുത്തി ഹൈവേയുടെ തൊട്ടടുത്താണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ പ്രസ്ഥാനം നമ്മൾ നിൽക്കുന്നത്. ബാക്കി രണ്ടും നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ആക്കി ഇട്ടു. ഇപ്പൊ നമുക്ക് നിലവില് 4 ബിൽഡിംഗ് നമുക്ക് വരുന്നുണ്ട്. 5ാമത്തെ നമ്മൾ നോക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ സെയിൽസ് കൗണ്ടർ നമ്മൾ ഉള്ളിലായിരുന്നു, അവിടെ നിന്ന് ഏകദേശം ഇപ്പൊ നമ്മൾ ഹൈവേയിലേക്ക് എത്തിപ്പോ. അപ്പൊ ഈ ഒരു പ്രസ്ഥാനം ഇപ്പോൾ 5 വർഷം കൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ സുരേഷാണ് അറിയാലോ ഇത്ര നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കാണ്ട് നമ്മൾ ഇവിടെ വരെ എത്തില്ലെന്നറിയാം. തീർച്ചയായിട്ടും. സ്റ്റോക്ക് ഒക്കെ ഇപ്പൊ എവിടെയാ? സുരേഷാണ് അകത്തേക്ക് വാ, ഇങ്ങോട്ടൊന്ന് വാ. ഇത് നോക്കി ഇത് ഇവിടെ നമ്മുടെ ഈ സെയിൽസ് കൗണ്ടറിന്റെ ഇവിടേക്കുള്ള സെയിലിന് വേണ്ടിയുള്ള സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ഭാഗത്ത് നമ്മൾ ഓരോ സെക്ഷനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. വേപ്പൻ പിണ്ണാക്ക്, കൂട്ടുവളം, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്,
അതുപോലെ ചാണപ്പൊടി, ആട്ടുംകാട്ടം, ഇവിടെ പച്ചക്കക്ക, പോട്ട് മിക്സ്, മണ്ണ് കമ്പോസ്റ്റ്, ഓരോ റൂമിൽ ഗ്രോ ബാഗുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച്. അതൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു ചെറിയ ഗോഡൗൺ. ഇതൊരു ചെറിയ ഗോഡൗൺ. അതുപോലെ നമുക്കൊരു 3 ഗോഡൗൺ വേറെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മൾ കാണിച്ചു തരാം കാര്യങ്ങളൊക്കെ. അതായത് കേരളത്തിലേക്ക് മുഴുവൻ ആൾക്കാർക്കും കൊടുക്കാൻ ഇവിടെ സാധനം ഉണ്ട്. നമുക്ക് ഇപ്പൊ നമ്മൾ ഓരോ ദിവസം നമ്മളിവിടെ ലോഡ് അപ്ഡേറ്റ് ചെയ്യും കറക്റ്റ് ആയിട്ട്. ഇതാണ് നമ്മുടെ ഒരു 2ാമത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു 10 ടണ്ണൊക്കെ നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യും. എന്തൊക്കെയാ ചെയ്യുന്നത് ശരിക്കും? ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് ചാണപ്പൊടി, ആട്ടുംകാട്ടം, പച്ചക്കക്ക പൊടിക്കുന്നത് ആ പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് മെയിൻ ആയിട്ട്. അപ്പോൾ നമ്മൾ ഒരു കൺവെയർ മെഷീനാണ് നമുക്ക് വരുന്നത്. ഇതിൽ നമ്മളിവിടെ ചാണപ്പൊടി ഇവിടെ ഇടും, അവിടുന്ന് പൊടിച്ച ആള് അപ്പുറത്തേക്ക് എത്തും. ഇവിടെ സ്റ്റോറേജ്. ഇപ്പൊ നമ്മളിവിടെ നിലവില് പൊടിച്ച് സ്റ്റോർ ചെയ്തൊന്നും വെക്കില്ല, ഡയറക്റ്റ് പൊടിച്ച് വയ്ക്കുക, സെയില്, അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന പരിപാടി ഇല്ല, ആവശ്യം വരുന്നില്ല നമുക്ക് ഓൾറെഡി. അപ്പോൾ നേരെ പൊടിച്ച് വരും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ലോഡുകൾ കയറാളത് നമുക്ക്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ എത്ര ബൾക്ക് വേണമെങ്കിലും ചോദിക്കുകയാണെങ്കിലും നമുക്ക് തരാൻ സാധിക്കും. ഇപ്പൊ ചാണപ്പൊടിയിലും ആട്ടുംകാട്ടായാലും എത്ര ബൾക്ക് ക്വാണ്ടിറ്റി ചോദിക്കുകയാണെങ്കിലും നമ്മൾ മുൻകൂട്ടി ഒന്ന് പറയണമെന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. മുൻകൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബൾക്ക് ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സ് ഒരുപാട് പേര് നമ്മളെ ഫോൺ ചെയ്ത എൻക്വയറീസ് ഉള്ളതാണ്. അതിനോട് ഞാൻ പറയുന്നത് മുൻകൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബൾക്ക് വേണമെങ്കിലും നമുക്ക് തരാൻ സാധിക്കും. കാര്യം പറഞ്ഞായിട്ട് ഞാൻ വിട്ടുപോയി. നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ എവിടെ ഇരിക്കുന്ന പ്ലാന്റ്സ് ആണോ സുരേട്ടാ? ഈ പ്ലാന്റ്സിനെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ജൈവ കൂട്ടുവളങ്ങളാണ്. ഇവിടെയുള്ള ജൈവ കൃഷിയുള്ള വളങ്ങളാണ് നമ്മൾ ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്തെങ്കിലും കർഷകർക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റിന്റെ ഗ്രോത്തും കാര്യങ്ങളും കണ്ട് വിശ്വസിച്ചിട്ട് മാത്രം നമ്മുടെ വളങ്ങൾ വാങ്ങിക്കുന്നത്. ഇവിടെ വെച്ചുള്ളത് ഇവിടെ എല്ലായിടത്തും ഇരിക്കുന്നുണ്ട്, ഡ്രമ്മിലിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളെ പരീക്ഷണം ഇതിൽ നമ്മള് ഉമിക്കരി മാത്രം മണ്ണും ഉമിക്കരി മാത്രം മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാ. ചിലവർക്ക് സംശയം ഈ ഉമിക്കരിയിൽ എങ്ങനെ വെക്കാം എന്നുള്ളത്. ഇതിലെ മണ്ണും ഉമിയും കൂടിയിട്ട് വെച്ചിട്ടുള്ളതാ. ഓരോ പ്രത്യേകത നമ്മൾ പരീക്ഷണാർത്ഥത്തിൽ അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നോക്കേണ്ടത്. അതും ഒരേ പ്ലാന്റ് തന്നെ വെക്കുക, ഒരേ വെറൈറ്റി തന്നെ നമ്മൾ വെക്കേണ്ടത്. അപ്പോ അങ്ങനെ നമ്മളിവിടെ ഓരോന്നായിട്ട് ഓരോ പരീക്ഷണങ്ങൾ ചെയ്തിട്ടും നമ്മളിവിടെ വളങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പൊ ഇതൊക്കെ കണ്ട ആൾക്കാർക്ക് വിശ്വസിച്ചിട്ട് മാത്രം നമ്മളിത് വളങ്ങൾ വാങ്ങിയാൽ ചെയ്യാം. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പുറത്തിരിക്കുന്നത് അതുപോലെ പ്ലാന്റ്സുകളും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. ഇവിടെ ചെറിയ പ്ലാന്റ്സുകളെല്ലാം ഇരിക്കുന്നുണ്ട്. ഇതിനൊക്കെ നമ്മുടെ വളങ്ങൾ തന്നെ, വേറെ ഒന്നുമില്ല. ജൈവ കൂട്ടുവളം മെയിനായിട്ട്. ഇതെവിടെ സ്ഥലം നിങ്ങളുടെ ഈ ഓഫീസ് വരുന്നത്? ഇപ്പൊ നമ്മുടെ ഈ കറക്റ്റ് ഒരു പുതിയൊരു ഓഫീസ് വരുന്നത് നമ്മുടെ മണ്ണുത്തി പാലക്കാട് NH റോഡില് മുല്ലക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്ത് HPയുടെ ഒരു പമ്പ്, മണ്ണുത്തി പാലക്കാട് സൈഡിൽ റോഡിൽ HPയുടെ പമ്പിന്റെ തൊട്ടപ്പുറത്ത്. ഇപ്പോ മണ്ണുത്തിന്ന് പാലക്കാട് സൈഡിലേക്ക് പോവാണെങ്കിൽ റൈറ്റ് സൈഡില്, പാലക്കാട് മണ്ണുത്തി സൈഡിലേക്ക് പോവാണെങ്കിൽ ലെഫ്റ്റ് സൈഡില് ഇറങ്ങി വന്നാൽ മതി. എന്തും മേടിക്കും. ജൈവ കൃഷിയുള്ള എന്ത് വളം നമുക്ക് ഇവിടെ തരാൻ സാധിക്കും. ഈ മേഖലയിലേക്ക് വന്നേ സത്യം പറയില്ല സുരേഷ്, ഈ മേഖലയിൽ യാതൊരു ബന്ധമില്ലാത്തൊരു ആളാണെന്ന് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടനും അച്ഛനും മാത്രമായിട്ട് ഇങ്ങനെ ഒരു കൃഷിയായിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വിട്ടിട്ട് ഞങ്ങൾ ഒരു കൊറോണ സമയത്താണ് ഈ സാധനം പ്രസ്ഥാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 2 പ്രോഡക്റ്റ് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഈ ചാണകപ്പൊടിയും ചകിരിച്ചോറും മാത്രമാണ് നമുക്ക് അന്ന് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വരുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തതിനെ കുറിച്ചിട്ട് കൂടുതലൊരു സാധ്യത വേറെ രീതിയിലേക്ക് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പൊ ബിസിനസ് അപ്പൊ അത് മനസ്സിലാക്കിയത് കൊണ്ട് അതിനെ കുറിച്ച് കൂടുതലൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട്, അപ്പൊ അതിനെ ഇപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രം ഒന്ന് നോക്കി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ ആ കോഴ്സ് പഠിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ ഒരു സാധ്യതയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ഇരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ കണ്ടില്ലേ, 2 പ്രോഡക്റ്റിൽ നിന്ന് ഞാൻ തുടങ്ങിയതാണ്. ഇപ്പൊ നമുക്കിവിടെ മിനിമം ഒരു 20 പ്രോഡക്റ്റുകൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിവിടെ സെയിലിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കർഷകരുടെ അഭിപ്രായം എന്താ ഈ പ്രോഡക്റ്റുകളെ കുറിച്ച്? സത്യസന്ധമായിട്ട് പറയണോ? കർഷകരുടെ അഭിപ്രായം സുരേട്ടാ, 2 പ്രോഡക്റ്റ് എന്ന് തുടങ്ങിയിട്ട് ഒരു പ്രോഡക്റ്റ് ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവര് കൊണ്ടുപോയി അവർ ഉപയോഗിച്ച് അതിനൊരു റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രല്ലേ ഇത്ര പ്രോഡക്റ്റ് ഇവിടെ വരുള്ളൂ, അല്ലേ? റിപ്പീറ്റേഴ്സ് കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് നമുക്ക്. ഇപ്പൊ നമുക്ക് ഓൾ കേരള നമ്മളിവിടെ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ
നല്ല കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട്. നമ്മളെ വളങ്ങൾ ഒരാൾ മോശമെന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് തിരിച്ചു വാങ്ങാൻ വരില്ലല്ലോ, രണ്ടാമത് വരില്ലല്ലോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ കൊടുക്കുന്നത് പിന്നെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് അവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ തിരുത്തും. ബൈ ചാൻസ് ഒരു പ്രോഡക്റ്റ് അവിടെ മാറിപ്പോയി, പിന്നെ എന്തെങ്കിലും ഒരു മിസ്സിങ് വന്നു, അതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി റിട്ടേൺ ആ റൂട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് നമ്മൾ പിന്നെ പുതിയ സാധനം അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ തന്നെ നമ്മൾ പാഴ്സൽ അയച്ചു കൊടുക്കും. കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടിട്ട് നമ്മുടെ കൃഷി ചെയ്യണ ഒരാളിന് ബുദ്ധിമുട്ടി നമ്മളൊരു പരിപാടി നിൽക്കാറില്ല. ശരിക്കും കേരളത്തിന്റെ എവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്? ഓൾ കേരള കൊടുക്കുന്നുണ്ട്. നമ്മൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നമ്മളിവിടെ സപ്ലൈ കൊടുക്കുന്നുണ്ട്.